ഹായ് മക്കളെ, എല്ലാവരും സേഫ് ആയി ഹാപ്പി ആയിരിക്കുന്നു മിസ് വിശ്വസിക്കാണ്. നമുക്കേ ഓണപരീക്ഷയൊക്കെ ആവാറായില്ലേ? ഓണപരീക്ഷ ആവാറായപ്പോ എന്ത് പഠിച്ചാലാ മാർക്ക് കിട്ടുക, എങ്ങനെ പഠിച്ചാലാ മാർക്ക് കിട്ടുക, ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിച്ചാലാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ നൂറ് ചോദ്യങ്ങൾ വന്ന് കിടക്കുകയാണ് അല്ലേ? അങ്ങനെയാണെങ്കിലേ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് എന്തൊക്കെ പഠിക്കണം, ഏത് രീതിയിൽ അത് എഴുതണം, എങ്ങനെ പഠിച്ചാലാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞു തരാനാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി നോക്കിയാലോ? വരൂ. ആദ്യം തന്നെ ആസ്വാദനക്കുറിപ്പ് നിർബന്ധമായും വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ടവ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? കവിതയുടെ പേര്. ഒരു കവിത തന്നിട്ട് അതിന്റെ ആസ്വാദനക്കുറിപ്പാണ് നിങ്ങളോട് തയ്യാറാക്കാൻ പറയാം. അപ്പം അതിൽ നിന്ന് നിങ്ങൾ കവിതയുടെ പേര് എന്തായാലും അതിലേക്ക് ഉൾപ്പെടുത്തണം. കവിയുടെ പേര്, കവിതയുടെ ആശയം ചുരുക്കി എഴുതുക, കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, എന്തിനെ കുറിച്ചാണ് കവിതയിൽ വർണ്ണിക്കുന്നത്, കവിതയിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച കാര്യങ്ങൾ, വായിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ, വരികൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിർബന്ധമായിട്ടും കിട്ടിയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി ആസ്വാദനക്കുറിപ്പ് നിങ്ങളോട് എഴുതാൻ പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി വേണം നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ. നമുക്ക് ഒരു പദ്യം വായിച്ചാലോ? ഓക്കെ. പൊന്നോണത്തിൻ നാടേത്, പൂക്കൾ ചിരിക്കും മലയാളം, പുത്തരിയുണ്ണും നാടേത്, പുഞ്ചകൾ വിളയും മലയാളം, പാലാറൊഴുകും നാടേത്, നീലക്കാരണി മലയാളം, വഞ്ചിപ്പാട്ടിൻ നാടേത്, തുഞ്ചൻ പുകഴും മലയാളം, മംഗലമണിയും നാടേത്, തെങ്ങുകൾ തിങ്ങും മലയാളം, നന്മകൾ നിറയും നാടേത്, നമ്മുടെ രാജ്യം മലയാളം. എല്ലാവരും കേട്ടല്ലോ? ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. മിസ്സിന്റെ കൂടെ ഒന്ന് പാടി നോക്കുക കേട്ടോ. പൊന്നോണത്തിൻ നാടേത്, പൂക്കൾ ചിരിക്കും മലയാളം, പുത്തരിയുണ്ണും നാടേത്, പുഞ്ചകൾ വിളയും മലയാളം, പാലാറൊഴുകും നാടേത്, നീലക്കാരണി മലയാളം, വഞ്ചിപ്പാട്ടിൻ നാടേത്, തുഞ്ചൻ പുകഴും മലയാളം, മംഗലമണിയും നാടേത്, തെങ്ങുകൾ തിങ്ങും മലയാളം, നന്മകൾ നിറയും നാടേത്, നമ്മുടെ രാജ്യം മലയാളം. ഇത് എഴുതിയിരിക്കുന്നത് തിരുനയിനാർ കുറിച്ചിയാണ്. ആരാണ്? തിരുനയിനാർ കുറിച്ചി. എങ്കിലേ നമുക്ക് ഈ ഒരു പദ്യഭാഗത്തെ ചൊല്ലി കുറച്ച് ചോദ്യങ്ങളും എഴുതി അതിന്റെ ആസ്വാദനക്കുറിപ്പും എഴുതി നോക്കിയാലോ? വരും. കവിതയുടെ പേരെന്ത്? കവിതയുടെ പേരെന്താ? നമ്മുടെ രാജ്യം മലയാളം. കവിയുടെ പേര് അത് നമ്മൾ കവിത ചൊല്ലിയപ്പോ തൊട്ട് താഴെ പറഞ്ഞു അല്ലേ? എന്താണ്? തിരുനയിനാർ കുറിച്ചി. കവിതയുടെ ആശയം ചുരുക്കി എഴുതുക. നമ്മളിവിടെ ഒരു കവിത വായിച്ചു, അതിന്റെ ആശയം നിങ്ങൾ ഒരുപാട് വലിച്ചു വാരി എഴുതേണ്ട ഒരു ആവശ്യമില്ല. ഇതേപോലെ ചുരുക്കി എഴുതുക, കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചുരുക്കി എഴുതുക. ഓക്കെ, മിസ് വായിച്ചു തരാം ഇതിന്റെ ചെറിയൊരു ആശയം. ഈ കവിത മലയാള ഭാഷയോടുള്ള സ്നേഹത്തെയും അതിനോടുള്ള അത്യന്താപേക്ഷയെയും പറ്റി സംസാരിക്കുന്നതാണ്. കവിയുടെ ജീവിതത്തിൽ മലയാളത്തിന്റെ സൗന്ദര്യവും അതിന്റെ പ്രാധാന്യവും എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് ഈ കവിതയിൽ പ്രകടമാകുന്നു.
കവിതയിൽ മലയാളം എന്ന് ആവർത്തിച്ച് പറയുന്നത് ഈ ഭാഷയോടുള്ള അഭിമാനം, ആരാധന, ആഴത്തിലുള്ള പ്രിയം എന്നിവയെ ഉദ്ദേശിക്കുകയാണ്. മുഴുവനായും വ്യാകുലതയോടെയും ഭാഷയോടുള്ള ആഴത്തിലുള്ള ബന്ധം എത്രമാത്രം ശക്തമാണ് എന്ന് ഈ കവിത പറയുന്നു. ഇതേപോലെ വളരെ ചുരുക്കി മാത്രം ആശയം എഴുതാൻ നോക്കുക. മനസ്സിലായോ? വളരെ ചുരുക്കി മാത്രം. എന്തിനെ കുറിച്ചാണ് കവിതയിൽ വർണ്ണിക്കുന്നത്? എന്തിനെ കുറിച്ചാ വർണ്ണിക്കുന്നത്? അതെ, കേരളത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച്. കേരളം എത്രമാത്രം സുന്ദരിയാണെന്നാണ് ആ ഒരു കവിതയില് കവി വർണ്ണിച്ചിരിക്കുന്നത്. കവിതയിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച കാര്യങ്ങൾ. കേരളത്തിന്റെ പ്രകൃതി ഭംഗി. കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെ വളരെ മനോഹരമായിട്ടാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്, അല്ലെ? എത്ര മനോഹരമായ കവി വർണ്ണിച്ചിരിക്കുന്നത്. കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ: നന്മകൾ നിറയും നാടേത്, നമ്മുടെ രാജ്യം മലയാളം. അതെ, ഇതില് ടീച്ചർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വരി നന്മകൾ നിറയും നാടേത്, നമ്മുടെ രാജ്യം മലയാളം. മലയാളത്തോടുള്ള സ്നേഹമാണ് വളരെ വ്യക്തമായി കവി ഈ ഒരു വരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഒരു ആസ്വാദന കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ആസ്വാദന കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മിസ് ഇന്നിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി ആസ്വാദന കുറിപ്പ് എന്ന ചോദ്യം കാണുമ്പോൾ മിസ്സിനെ ഓർക്കുക, മിസ് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക, കറക്റ്റ് ആയിട്ട് എഴുതുക. നിങ്ങൾക്ക് ഫുൾ മാർക്കായിരിക്കും. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് അടുത്ത എന്റെ ക്ലാസ്സിൽ വന്നിരിക്കണം. കേട്ടല്ലോ? എല്ലാവരും ഉഷാറല്ലേ? അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.